ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ കാറ്റും കണക്റ്റഡാണ്. ഒരു വചനം വായിക്കാം. യെശയ്യാ 34:16 വായിക്കാം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അപ്പം അങ്ങനെയാണ് വായിക്കേണ്ടത്. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. അതിങ്ങനെ ബൈബിൾ എടുത്തിട്ട് പരിശോധിക്കണം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. അടുത്ത വാക്യം, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം ഈ 36,000 വരുന്ന വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. മനുഷ്യൻ്റെ സകല പ്രശ്നത്തിനുമുള്ള പരിഹാരം തിരുവെഴുത്തുകൾക്കകത്തുണ്ട്. ഈശോ പറയുന്നത്, തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതങ്ങനെയാണ് താനും. ഈശോ ബൈബിളിനെ വിളിച്ച വാക്ക് ഏതാണ്? തിരുവെഴുത്തെന്നാണ്, വിശുദ്ധ ലിഖിതങ്ങൾ എന്നാണ്. യേശു വിളിച്ച വാക്കാണ്. ബൈബിളിനെ യേശു വിളിച്ച വാക്ക് തിരുവെഴുത്തുകൾ, വിശുദ്ധ ലിഖിതങ്ങൾ, ഹോളി സ്ക്രിപ്ചർ എന്നാണ്. ഹോളി സ്ക്രിപ്ചർ. അപ്പോൾ യേശു അത്രമാത്രം അതിനകത്ത് ദൈവത്തിൻ്റെ ജീവനുണ്ടെന്ന് യേശുവാണ് പറഞ്ഞത്. മാത്രമല്ല, യോഹന്നാൻ 6:63 പറയും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വചനത്തിനകത്തും പരിശുദ്ധാത്മാവും വരും, ജീവനും ഉണ്ട്.